നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഗാർഡനിൽ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്കൊരു 5 വർഷം പ്രായമായി. ഇതൊക്കെ എൻ്റെ ഗാർഡനിൽ, എൻ്റെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗാർഡനിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത നമ്മുടെ ഡ്രാഗൺ ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ ആയി സെറ്റ് ചെയ്ത നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇത് ഞാൻ രണ്ടാമത്തെ വിളവെടുപ്പാണ്. ഈ വർഷം തന്നെ രണ്ടാമത്തെ വിളവെടുപ്പ് കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നടത്തുന്നത്. അതായത് നമുക്ക് ഒരു വർഷം 5 പ്രാവശ്യമെങ്കിലും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ നമുക്കൊരു 5 വർഷം പ്രായമായ ഈ ഒരു തൈ നമുക്കൊരു 5 വർഷം പ്രായമായതാണ്. കാണുന്നില്ല നിങ്ങൾ, നല്ല ബുഷായിട്ടുണ്ട്. ഒരുപാട് ശിഖരങ്ങൾ പൊട്ടി താഴേക്ക് മറിഞ്ഞ് വീഴുന്ന ഭാഗങ്ങളിലാണ് നമുക്കിതുപോലെ പഴങ്ങളുണ്ടാകുക. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു വർഷം ഏകദേശം ഒരു 30 കിലോ വരെ നമുക്കിതിൻ്റെ അകത്ത് നിന്ന് പഴം കിട്ടും. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ, ഇതൊരു 16 ഇഞ്ച് ചട്ടിയാണ്. നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈക്ക് ഇതുപോലൊരു ചട്ടി ആയാലും നമുക്കൊരു വീട്ടിൻ്റെ, ഇനിയിപ്പോൾ സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഇല്ല. നമുക്കിതുപോലൊരു ചട്ടിയിലായാലും നമുക്ക് വീട്ടിൽ 1-2 പ്ലാന്റുകൾ നമുക്ക് എത്ര സ്ഥലമില്ലെങ്കിലും ഏതെങ്കിലും ഒരു കോണ് ഭാഗത്തായാലും കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗങ്ങൾ മാത്രമായാലും മതി. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ ഒരു 16 ഇഞ്ച് ചട്ടിയിൽ ഞാൻ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു 3 വർഷം പ്രായമായതാണ്. ഇവിടെയൊക്കെ മുട്ടുണ്ടാവും. ഇതിൻ്റെ അടുത്ത് കണ്ടില്ലേ, ഈ ഭാഗത്ത് മുട്ടുണ്ട്. ഇതിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പഴം കിട്ടും. കാണുന്നില്ലേ നിങ്ങൾ, ഈ ഭാഗത്തൊക്കെ താഴെ വരുന്ന ഭാഗത്തൊക്കെ പഴങ്ങൾ നമുക്ക് വിളവെടുക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ചട്ടിയിൽ സെറ്റ് ചെയ്തതാണ്. ഇത് ഏകദേശം ഒരു 10-50 ചട്ടിയോളം ഞാൻ എൻ്റെ ഗാർഡനിൽ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും പഴങ്ങളുണ്ട്, മുട്ടുകളുണ്ട്. കാണാൻ പറ്റും. 5 പ്രാവശ്യം നമുക്ക് മെയ് മുതൽ നമുക്ക് ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്കിതിൻ്റെ നിന്ന് പഴം കിട്ടും. ഇതിൻ്റെ വേര് പിടിപ്പിച്ച തൈകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.